IPL-ലെ അരങ്ങേറ്റ മത്സരത്തിൽ ബാറ്റിംഗിനിറങ്ങി 0-ന് പുറത്തായിട്ടും ചരിത്ര റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് യുവതാരം മുഷീർ ഖാൻ. മെഗാ താരലേലത്തിൽ 30 ലക്ഷം രൂപയ്ക്കാണ് മുഷീറിനെ പഞ്ചാബ് ടീമിലെടുത്തത്. ലീഗ് റൗണ്ടിലെ എല്ലാ മത്സരങ്ങളും പുറത്തിരുന്ന താരത്തിന് ഒന്നാം ക്വാളിഫയറിലാണ് അരങ്ങേറ്റ മത്സരത്തിന് അവസരം നൽകിയത്. ബാംഗ്ലൂരുവിന്റെ തകർപ്പൻ ബൗളിംഗിന് മുന്നിൽ പഞ്ചാബിന്റെ മുൻനിര തകർന്നടിഞ്ഞതോടെയാണ് ഇമ്പാക്ട് പ്ലെയറായി മുഷീർ അപ്രതീക്ഷിതമായി ബാറ്റിംഗിനെത്തുന്നത്. 8.2 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 60 റൺസ് എന്ന നിലയിലേക്ക് വീണതോടെയാണ് മുഷീറിനെ ഇമ്പാക്ട് താരമായി പരീക്ഷിക്കാൻ ടീം തീരുമാനിക്കുന്നത്. താരത്തിന്റെ IPL അരങ്ങേറ്റം മാത്രമല്ല, ഈ മത്സരം കരിയറിലെ ആദ്യ T20 മത്സരം കൂടിയാണ്. മുംബൈക്ക് വേണ്ടി ഇതുവരെ കുട്ടി ക്രിക്കറ്റിൽ താരം കളിച്ചിട്ടില്ല. മുംബൈക്ക് വേണ്ടി 9 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ കളിക്കാനിറങ്ങി. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെതിരായ മത്സരത്തിൽ 3 പന്തുകൾ നേരിട്ട താരം റണ്ണൊന്നും എടുക്കാതെയാണ് പുറത്തായത്. സുയാഷ് ശർമ്മയുടെ പന്തിൽ LBWവിൽ കുരുങ്ങിയാണ് താരം ഔട്ടായത്. മത്സരത്തിൽ 2 ഓവർ പന്തെറിഞ്ഞ മുഷീർ 27 റൺസ് വഴങ്ങി 1 വിക്കറ്റും നേടി. ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു പ്ലേ ഓഫ് മത്സരത്തിൽ T20 അരങ്ങേറ്റം കുറിക്കുന്ന ആദ്യ താരമെന്ന നേട്ടം ഇതോടെ മുഷീർ സ്വന്തമാക്കി. IPL-ലൂടെ T20 ഫോർമാറ്റിൽ ഇതുവരെ 84 താരങ്ങൾ അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ടെങ്കിലും പ്ലേ ഓഫിൽ ഇതുവരെ ആർക്കും അരങ്ങേറ്റത്തിനുള്ള അവസരം ലഭിച്ചിരുന്നില്ല. മത്സരത്തിൽ പഞ്ചാബിനെതിരെ 8 വിക്കറ്റിന്റെ അനായാസ ജയം നേടി കോഹ്ലിയും സംഘവും IPL കലാശപ്പോരിന് യോഗ്യത നേടി. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ പഞ്ചാബ് 14.1 ഓവറിൽ 101 റൺസിന് ഓൾ ഔട്ടായി. മറുപടി ബാറ്റിംഗിൽ RCB 10 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 106 റൺസ് എടുത്തു. നേരത്തെ 3 തവണ ബംഗളൂരു IPL-ൽ ഫൈനലിൽ എത്തിയെങ്കിലും കിരീടം അകന്നു നിൽക്കുകയായിരുന്നു. 2009, 2011, 2016 സീസണുകളിലാണ് ഫൈനൽ കളിച്ചത്. സൂപ്പർ താരം വിരാട് കോഹ്ലി IPL ട്രോഫി നേടുന്നത് കാണാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. ജൂൺ 3-നാണ് കലാശപ്പോര്. തോറ്റെങ്കിലും പഞ്ചാബിന് ഫൈനലിലെത്താൻ ഇനിയും അവസരമുണ്ട്. ഞായറാഴ്ചത്തെ 2ാം ക്വാളിഫയർ ജയിച്ചാൽ മതി.